മൽഹോത്ര ഹോൾസെയിലിൽ വന്ന് അരി മേടിച്ചു. അരി 10 കിലോയുടെ ഡബിൾ ഹോഴ്സിന്റെ മട്ടയെ മേടിച്ചത്. സാധാരണ $25 10 കിലോയ്ക്ക്. അപ്പോൾ ഇന്ന് 19.99 കിട്ടി. പക്ഷെ അത് ലിമിറ്റ് ഉണ്ട്, ഒരെണ്ണം മേടിക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ മേടിക്കുമ്പോൾ 24.99 കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ 19.99 ഒരെണ്ണം മേടിച്ചു. പിന്നെ 1-2 അൽക്കലത്തെ സാധനങ്ങളൊക്കെ മേടിച്ചതാ. ഇത് കണ്ടോ, ഒരു മിക്സർ അവിടെ സെയിലുണ്ടായിരുന്നു. വെച്ചാൽ നോർത്ത് ഇന്ത്യൻ സാധനമാണ്. അപ്പം അത് കഴിച്ചു, അത് മേടിച്ചു. അത് തന്നെ ഇതുപോലെ ഇരിക്കും. ഇപ്പം പണ്ട് ഭോപ്പാലിലൊക്കെ വർക്ക് ചെയ്തൊക്കെ താമസിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങളോട് വലിയ താല്പര്യമാണ്. മതി, കൊച്ചു കഴിച്ചോ. അതൊക്കെ ചെറിയ ചുമയും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുക. എന്നാലും സ്കൂളിൽ പോയില്ല, പക്ഷെ കൂടെ പോന്നു. പറഞ്ഞു വന്നത്. അപ്പോൾ രണ്ടാമത്തത് അരി മേടിച്ചില്ല. രണ്ടാമത്തെ അരി മേടിക്കാനായിട്ട് ജിനു പോയി 19.99 ഒരു അരി മേടിച്ചുകൊണ്ടിരും. ഇങ്ങനെ ഒരാൾക്ക് ഒരെണ്ണമല്ലേ ഉള്ളൂ. $5 അവിടെ സേവ് ആക്കി കിട്ടി. $5 സേവ് ചെയ്യാമെങ്കിൽ പിന്നെ കളയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഈ സാധനത്തിന് 400 ഗ്രാമാണ്. ഇതിന് $3.5 ഉള്ളൂ. പുതിയ ഐറ്റം തോന്നുന്നു ഇവരുടെ അടുത്ത് വന്നേക്കണേ. സാധാരണ ഇങ്ങനെ സാധനത്തിന് 6.99 5.99 ഒക്കെയാണ്. അരി മേടിച്ചു. അപ്പോൾ അരി മേടിക്കാൻ, അടുത്ത അരി മേടിക്കാൻ ചെന്ന് പോയിട്ടുണ്ട്. അതാണ്. അപ്പോൾ നമ്മൾ റൂറലിലൊക്കെ താമസിക്കുമ്പോൾ ഉള്ള ഒരു ഡ്രോബാക്ക് ഇതാണ്. നമ്മൾക്ക് 1.5 മണിക്കൂർ ഇവിടുന്ന് എഡ്മണ്ടനിൽ നിന്ന് വണ്ടി ഓടിച്ച് പോകണമല്ലോ നമ്മുടെ വീട്ടിലോട്ട്. 5000 പോപ്പുലേഷനുള്ള സ്ഥലത്താണ് എന്താണ് കഴിഞ്ഞ 12 വർഷമായിട്ട് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ടൈറ്റാണ്. അതായത് നമ്മുടെ അരി മേടിക്കൽ മെയിനായിട്ടുള്ള ഇപ്പോൾ എന്താണ് കോസ്കോയിൽ പോകുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇന്ത്യൻ ഫുഡ് ഐറ്റംസ്, ഇതൊക്കെ മേടിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നേ പറ്റുള്ളൂ. അതൊക്കെ ഉള്ളൂ നമ്മൾ ഈ റൂറലിൽ താമസിക്കുന്ന പല ഡ്രോബാക്കുകളിലുള്ള ഒരു ഡ്രോബാക്ക്. അപ്പോൾ നമ്മുടെ പ്ലാൻ വിജയിച്ചിരിക്കുന്നു. ഇതിന് പോയിട്ട് രണ്ടാമത്തത് എടുത്തുകൊണ്ട് വന്നു 19.99. ഇല്ല, അവരവിടെ ഇരുന്ന് നോക്കി കഴിഞ്ഞ് കണ്ടോട്ടെ. അതിൻ്റെ പുറത്തേക്ക് പൈസ കൊടുത്ത് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇത് ഡീലൊന്നുമില്ല അല്ലേ, പിന്നെ സംസാരമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഒരെണ്ണം അവിടെ ഇരിക്കണു. രണ്ടാമത്തത് ഇപ്പോൾ മേടിച്ചുകൊണ്ട് വന്നു. വേറെ എന്നാണ്ട് ജിന്നു മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടല്ലോ. വേറെ എന്ത് സാധനം അത്? ഇത് മറ്റേ ഗോതമ്പൊടി കേട്ടോ, ഗോതമ്പൊടി. ഈ ഗോതമ്പൊടിയും കൊണ്ടാണ് നമ്മുടെ അവിടെ പഞ്ചാബി പെണ്ണുങ്ങൾ ജോലിക്ക് വരുന്ന നഴ്സുമാർ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ട് തന്നെ. നല്ല ടേസ്റ്റാണ്. ഷേർ ദുറം ആട്ട, ദേശി സ്റ്റൈലാണ്, ദേശി സ്റ്റൈല്.